ഹായ് ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 കാര്യങ്ങളാണ്. ഷുഡ്, മസ്റ്റ്, ഹാവ് ടു. ഷുഡ്, മസ്റ്റ്, ഹാവ് ടു. നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ കേട്ടുകൊണ്ടിരിക്കുന്ന 3 വാക്കുകളാണ് ഷുഡ്, മസ്റ്റ്, ഹാവ് ടു. ഇവ എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്, ഇവ തമ്മിൽ എന്തെങ്കിലും സാമ്യതകളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായി നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ നിങ്ങൾ മറക്കരുത്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് മസ്റ്റ്, അതുപോലെ തന്നെ ഹാവ് ടു. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് മസ്റ്റ് നോക്കാം. നമ്മൾ സാധാരണ എവിടെയാണ് മസ്റ്റ് ഉപയോഗിക്കുന്നത്? വളരെ നിർബന്ധമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മസ്റ്റ് ഉപയോഗിക്കുന്നത്. വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യം, വളരെ അത്യാവശ്യമായൊരു കാര്യം. ഐ മസ്റ്റ് ഗോ നൗ, എനിക്കിപ്പോൾ പോകണം. ആ പറയുന്നത് വളരെ അത്യാവശ്യമായൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ എന്തായാലും പോകണം എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത്. ഐ മസ്റ്റ് ഗോ. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പോവുക എന്നുള്ളത്. കാരണം ചെല്ലേണ്ടത് വളരെ അത്യാവശ്യമായൊരു കാര്യമാണ്. അപ്പോൾ ഐ മസ്റ്റ് ഗോ. അതുപോലെ തന്നെ നമ്മൾ പറയാണ് ഷീ മസ്റ്റ് കൺസൾട്ട് എ ഡോക്ടർ. ഷീ മസ്റ്റ് കൺസൾട്ട് എ ഡോക്ടർ. അവൾ എന്തായാലും ഒരു ഡോക്ടറെ കാണണം. കാരണം അവളുടെ അസുഖം എന്ന് പറയുന്നത് വളരെ സീരിയസ് ആണ്, സിവിയർ ആയിട്ടുള്ള ഒരു രോഗമാണ്. അവൾ എന്തായാലും നിർബന്ധമായിട്ടും ഡോക്ടറെ കാണണം. അപ്പോൾ അത് വളരെ അർജൻറ്റായ ഒരു കാര്യമാണല്ലേ. ഷീ മസ്റ്റ് കൺസൾട്ട് എ ഡോക്ടർ. അവൾ നിർബന്ധമായിട്ടും എന്തായാലും അവളെ ഡോക്ടറെ കാണണം. അതിനി വൈകിപ്പിച്ചുകൂടാ. അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവളെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അത്തരത്തിൽ വളരെ അത്യാവശ്യമായ കാര്യങ്ങളാണ് നമ്മൾ മസ്റ്റ് ഉപയോഗിച്ച് പറയുന്നത്. ഇനി ഇതേ കാര്യങ്ങളെ നമുക്ക് ഹാവ് ടു ഉപയോഗിച്ചിട്ടും പറയാൻ പറ്റും എന്നുള്ളതാണ്. ഇതാണ് മസ്റ്റും ഹാവ് ടു തമ്മിലുള്ള ഒരു സാമ്യത എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ പറയാണ് ഐ ഹാവ് ടു ഗോ. ഐ ഹാവ് ടു ഗോ. അതേ അർത്ഥം തന്നെയാണ് ഇവിടെ മസ്റ്റ് ഉപയോഗിച്ച് പറയുന്ന അതേ അർത്ഥം, സെയിം മീനിങ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഐ ഹാവ് ടു ഗോ, എനിക്ക് പോകണം, എനിക്ക് പോവേണ്ടതുണ്ട് എന്നാണ്. എനിക്ക് പോവേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഹാവ് ടു നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയ കാര്യമൊന്നും അല്ല, എന്നാലും പോവേണ്ട ആവശ്യമായതുകൊണ്ട് പോകുന്നു എന്ന് മാത്രം. ഓക്കെ, ഐ ഹാവ് ടു ഗോ നൗ. അവർ വിളിക്കുന്നുണ്ട്, എനിക്കിപ്പോൾ തന്നെ പോവേണ്ടതുണ്ട് അല്ലേ. ഇപ്പം തന്നെ പോകണോ? ലേറ്റായി ചെന്നാൽ അവർക്കത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. വെറുതെ എന്തിനാണ് അല്ലേ. അതുകൊണ്ട് ഞാൻ പോവുകയാണ്, എനിക്ക് ഇവിടെ ഇരിക്കാൻ തന്നെയാണ് താല്പര്യം, എന്നാലും ഞാൻ പോവുകയാണ്. ഐ ഹാവ് ടു ഗോ നോ. ഈ രീതിയിലാണ് ഹാവ് ടു ഉപയോഗിക്കുമ്പോൾ അർത്ഥം വരുന്നത്. നേരെ മറിച്ച് ഐ മസ്റ്റ് ആണ് നമ്മൾ പറയുന്നതെങ്കിൽ എൻ്റെ ആവശ്യമാണ്, ഞാൻ എന്തായാലും പോകും, നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എനിക്ക് പോകണം. ആ രീതിയിലാണ് മസ്റ്റ് വരുന്നത്. ഇപ്പോൾ ഒരാൾ പറയാണ് ഐ മസ്റ്റ് ഗിവ് 1000 rupees. ഐ മസ്റ്റ് ഗിവ് 1000 rupees. എനിക്ക് 1000 രൂപ നൽകണം. എനിക്ക് ഇങ്ങോട്ട് നൽകണം എന്നല്ല, ഞാൻ അയാൾക്ക് 1000 രൂപ നൽകണം. ആർക്കെങ്കിലും ഒരാൾക്ക്, അല്ലെങ്കിൽ അവർക്ക് ഞാൻ ഐ മസ്റ്റ് ഗിവ് 1000 rupees. എനിക്ക് 1000 രൂപ നൽകണം. അതുപോലെ തന്നെ ഐ ഹാവ് ടു ഗിവ് 1000 rupees എന്ന് പറയാം. എനിക്ക് 1000 രൂപ നൽകേണ്ടതുണ്ട്. ഇവിടെ ഡിഫറൻസ് ഇതാണ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പിരിവിന്, സംഭാവനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ 1000 രൂപ കൊടുക്കുന്നൊരു സംഭവമാണെന്ന് വിചാരിക്കുക. അവിടെ നമ്മൾ ഐ ഹാവ് ടു ഗിവ് എന്നാണ് സ്വാഭാവികമായിട്ടും പറയുക. കാരണം 1000 രൂപ നൽകേണ്ടതുണ്ട്. അവരോട് ഞാൻ വാക്ക് പറഞ്ഞതാണ്, ഇനി കൊടുക്കാതിരുന്നാൽ മോശമല്ലേ, ആളുകൾ എന്താ വിചാരിക്കുക. കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ എന്നാലും ആളുകൾ എന്തെങ്കിലും പറഞ്ഞാലോ. അതുകൊണ്ട് ഐ ഹാവ് ടു ഗിവ്. അത്ര വലിയൊരു താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല, എന്നാലും നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നമായതുകൊണ്ട് ഐ ഹാവ് ടു ഗിവ് 1000 rupees. എനിക്ക് 1000 രൂപ നൽകേണ്ടതുണ്ട്. എന്നാൽ ഇങ്ങനെ പറയാണ് ഐ മസ്റ്റ് ഗിവ് 1000 rupees. എന്തായാലും എനിക്ക് 1000 രൂപ നൽകണം. കാരണം അവർ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്, അത്രയും കൊടുക്കേണ്ടത് ആവശ്യമുള്ള ആളുകളാണ്, അവരൊരുപാട് എന്നെ സഹായിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും, ഐ മസ്റ്റ് ഗിവ് 1000 rupees. ഞാൻ എന്തായാലും 1000 രൂപ നൽകും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് മസ്റ്റ് അതുപോലെ തന്നെ ഹാവ് ടു പറയുന്നത്. ഇനി നമ്മൾ ഇത് നെഗറ്റീവായിട്ടാണ് പറയുന്നതെങ്കിലും ഈ ഒരു വ്യത്യാസം അവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. മസ്റ്റ് നമ്മൾ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോട്ടാണ് ചേർക്കുന്നത്. മസ്റ്റ് നോട്ട്, മസ്റ്റ് നോട്ട്. ഇപ്പോൾ ഒരാൾ പറയാണ് എന്തായാലും നീ വരണ്ട. അതാണ് അവിടെ മസ്റ്റ് നോട്ട് കം എന്ന് പറഞ്ഞാൽ. എന്തായാലും വരണ്ട. അവിടെ നിർബന്ധമായിട്ട് നമ്മൾ വീട്ടിലിരിക്കണം, അല്ലെങ്കിൽ ആ പരിസരത്ത് നമ്മൾ ചെല്ലാൻ പാടില്ല അല്ലേ. യു മസ്റ്റ് നോട്ട് കം ടുമോറോ. നാളെ നീ വരണ്ട. ഓക്കെ, ഇനി നമുക്ക് ഹാവ് ടു നോക്കാം.
അതിൻ്റെ കൂടെ നമ്മൾ നോട്ടല്ല ചേർക്കുന്നത്, പകരം ഡോണ്ടാണ് നമ്മൾ ചേർക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ പറയാൻ നേരത്തെ പറഞ്ഞ അതേ സെൻറ്റൻസിന് നമ്മൾ ഇവിടെയും പറയാണ്. യു ഡു നോട്ട് ഹാവ് ടു കം ടുമോറോ. യു മസ്റ്റ് നോട്ട് കം ടുമോറോ എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ യു ഡു നോട്ട് ഹാവ് ടു കം ടുമോറോ എന്ന് പറഞ്ഞാൽ നീ നാളെ വരേണ്ടതില്ല എന്നുള്ളതാണ്. വരേണ്ടതില്ല എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും വീട്ടിലിരിക്കണം എന്നുള്ള രീതിയിലല്ല, വരേണ്ടതില്ല, ഇനിയിപ്പോൾ വന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷേ നീ അങ്ങനെ ബുദ്ധിമുട്ടി വരേണ്ടതില്ല, അത്രയേ ഉള്ളൂ. അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമൊന്നുമല്ല, നീ നാളെ വന്നില്ലെങ്കിലും പ്രശ്നമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. പക്ഷേ മസ്റ്റ് നോട്ട് കം എന്ന് പറഞ്ഞാൽ വരണ്ട, പരിസരത്ത് തന്നെ കണ്ടുപോകരുത് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഷുഡാണ്. ഓക്കെ, ഷുഡ്. അപ്പോൾ ഷുഡ് നമ്മൾ പറയുന്ന സമയത്ത് വീണ്ടും നമ്മൾ ഷുഡും മസ്റ്റും നമ്മൾ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഷുഡ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഒരു ഡ്യൂട്ടി, ഒബ്ലിഗേഷൻ, അതുപോലെ തന്നെ കടമകൾ പറയാനും അഭിപ്രായങ്ങൾ പറയാനും ഒക്കെയാണ് നമ്മൾ ഷുഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരാൾ പറയാണ് യു ഷുഡ് ഒബേ യുവർ പാരൻസ്. യു ഷുഡ് ഒബേ യുവർ പാരൻസ്. നീ നിൻ്റെ മാതാപിതാക്കളെ അനുസരിക്കണം, അല്ലേ? യു ഷുഡ് ഒബേ യുവർ പാരൻസ്. യു ഷുഡ് റെസ്പെക്റ്റ് യുവർ ടീച്ചേഴ്സ്. നീ നിൻ്റെ അധ്യാപകരെ ബഹുമാനിക്കണം. അപ്പോൾ അത് നിർബന്ധമായിട്ട് പറയുന്നൊരു കാര്യമല്ല, പക്ഷെ ഒരു ഉപദേശം കൊടുക്കുന്നത് പോലെ, ഒരു അഭിപ്രായം പറയുന്നത് പോലെ, ഒരു ഡ്യൂട്ടി പറഞ്ഞു കൊടുക്കുന്നത് പോലെയാണ്, അല്ലേ? നീ നിൻ്റെ മാതാപിതാക്കളെ അനുസരിക്കണം, അധ്യാപകരെ ബഹുമാനിക്കണം. പക്ഷേ അത് ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും കേൾക്കുന്ന ആളുടെ മനസ്സിനെ ആസ്പദമാക്കിയിട്ടാണ്, അല്ലേ? നിർബന്ധമായിട്ടും നീ അധ്യാപകരെ ബഹുമാനിക്കണം എന്നല്ല പറയുന്നത്, ബഹുമാനിക്കണം, അല്ലേ? അതാണ് അങ്ങനെ, അതിൻ്റെ ഒരു ഭംഗി അങ്ങനെയാണ്. മാതാപിതാക്കളെ നീ അനുസരിക്കണം, അധ്യാപകരെ ബഹുമാനിക്കണം, അതിൻ്റെ ഒരു ഭംഗി അങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലേ? ഈ രീതിയിലാണ് നമ്മൾ ഷുഡ് ഉപയോഗിക്കുന്നത്. ഇതേ സെൻറ്റൻസ് നമ്മൾ മസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് പറയുന്നതെങ്കിലോ, യു മസ്റ്റ് ഒബേ യുവർ പാരൻസ്, അല്ലെങ്കിൽ യു മസ്റ്റ് റെസ്പെക്റ്റ് യുവർ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും നിങ്ങളത് ചെയ്യണമെന്നാണ്. ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു സ്ഥാപനം, ഒരു സ്കൂളിലേക്ക് ഒരു കുട്ടിയെ ന്യൂ അഡ്മിഷൻ എടുക്കുകയാണ്. അപ്പോൾ പ്രിൻസിപ്പൾ പറയാണ് യു മസ്റ്റ് ഒബേ യുവർ ടീച്ചേഴ്സ്. അവിടെ മസ്റ്റ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു കോൺസിക്വൻസ് ഭാവിയിൽ വരാനുണ്ട്. ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും പണിഷ്മെൻറ്റ് കിട്ടും, അല്ലെങ്കിൽ ഒരു ഫലം നമ്മൾ പിന്നെ നേരിടേണ്ടി വരും എന്നുള്ളതാണ്. ഷുഡാണ് നമ്മളിവിടെ പറയണമെന്നുണ്ടെങ്കിൽ അതിന് കോൺസിക്വൻസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ അങ്ങനെയാണത് ചെയ്യേണ്ടത്, അല്ലേ? ആ രീതിയിലാണ്. ഇപ്പോൾ ഒരാൾ പറയാണ് യു ഷുഡ് ഫാസ്റ്റൻ യുവർ സീറ്റ് ബെൽറ്റ്. യു ഷുഡ് ഫാസ്റ്റൻ യുവർ സീറ്റ് ബെൽറ്റ്. നീ എന്തായാലും നിൻ്റെ സീറ്റ് ബെൽറ്റ് ഇടണം. യു ഷുഡ് ഫാസ്റ്റൻ യുവർ സീറ്റ് ബെൽറ്റ്. ഇപ്പോൾ കാറിൽ കയറിയിരിക്കുന്ന ഒരു ഫ്രണ്ട്, നമ്മൾ ഡ്രൈവിംഗ് സീറ്റിലാണ്, നമ്മൾ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്, ഫ്രണ്ട് അവിടെ സീറ്റ് ബെൽറ്റ് ഒന്നും ഇടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവനോട് പറയാണ് നീ നിൻ്റെ സീറ്റ് ബെൽറ്റ് ഇടണം കേട്ടോ, നീ നിൻ്റെ സീറ്റ് ബെൽറ്റ് ധരിക്കണം. യു ഷുഡ് ഫാസ്റ്റൻ യുവർ സീറ്റ് ബെൽറ്റ്. ബെൽറ്റ്, സീറ്റ് ബെൽറ്റ് ധരിക്കുന്നതിനൊക്കെ, ബെൽറ്റ് മുറുക്കുന്നതിനൊക്കെ നമ്മൾ ഫാസ്റ്റൻ എന്നാണ് പറയുക കേട്ടോ. ഓക്കെ, യു ഷുഡ് ഫാസ്റ്റൻ യുവർ സീറ്റ് ബെൽറ്റ്. അപ്പോൾ അവൻ ഇടുന്നില്ല, മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, കുഴപ്പമില്ല, പക്ഷെ നമ്മൾ പറയാനുള്ളത് പറഞ്ഞു, പക്ഷേ അങ്ങനെ സീറ്റ് ബെൽറ്റ് ഇടുന്നതാണ് അതിൻ്റെ ഒരു മര്യാദ. ഓക്കെ, ഒരാൾ ഇങ്ങനെ പറയുകയാണ് യു മസ്റ്റ് ഫാസ്റ്റൻ യുവർ സീറ്റ് ബെൽറ്റ്. നീ നിർബന്ധമായിട്ടും സീറ്റ് ബെൽറ്റ് ധരിക്കണം, അല്ലെങ്കിൽ വണ്ടി ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് എടുക്കില്ല, അല്ലേ? സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് അയാൾ, ഫ്രണ്ടിലോട്ട് പോകുന്നില്ല. കാരണം എന്താ? ഫ്രണ്ട് സീറ്റ് ബെൽറ്റ് ഇട്ടില്ല. അതുകൊണ്ട് യു മസ്റ്റ് ഫാസ്റ്റൻ യുവർ സീറ്റ് ബെൽറ്റ്. നീ നിർബന്ധമായിട്ടും സീറ്റ് ബെൽറ്റ് ധരിക്കണം. കുറച്ചങ്ങോട്ട് പോയാൽ പോലീസ് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, വളരെ റഷാണ്, റോഡ് അപകട സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് യു മസ്റ്റ് ഫാസ്റ്റൻ യുവർ സീറ്റ് ബെൽറ്റ്. നിർബന്ധമായിട്ടും സീറ്റ് ബെൽറ്റ് ധരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മസ്റ്റ്, ഹാവ് ടു, ഷുഡ് ഇതിനെക്കുറിച്ചൊക്കെ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് കൂടെ നിങ്ങൾ ചെയ്യുക. മറ്റൊരു യൂസ്ഫുള്ളായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.